നിങ്ങളൊക്കെ വലിയ തത്വങ്ങളൊക്കെ പറയും. എവിടെയാണ് നമ്മുടെ പിള്ളേരെ? നമ്മുടെ കോട്ടയും കേരളവും ഒക്കെ വൃദ്ധന്മാരുടെ ഒരു സംസ്ഥാനമായി മാറുകയല്ലേ? നിങ്ങൾ എന്തെങ്കിലും സമ്മതിക്കുമോ കേരളത്തിൽ? ഫ്ലാഷ് ബാക്ക്. തീവ്രവാദികളെയൊക്കെ അമർച്ച ചെയ്യണം. പക്ഷേ നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നത് വർഗീയമായിട്ടാവുന്നു. അത് ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള ആദരവ് കൊണ്ട് ആ വർഗീയത കാണാതിരിക്കാൻ പറ്റില്ല. ഒറ്റൊരു കാര്യം കൂടി പറയാം. നമ്മുടെ സംഘപരിവാരം അനുസരിക്കുന്നത് ഗോൾവാൾക്കറുടെ വിചാരധാരയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് മതന്യൂനപക്ഷ വിഭാഗത്തെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഉന്മൂലനം ചെയ്യണമെന്ന് പച്ചയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ആ തത്വശാസ്ത്രമൊക്കെ അംഗീകരിച്ച് ഭരിക്കുന്നവർ വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അത് വഴിയേ അറിഞ്ഞോളൂ. ശ്രീമതി ടീച്ചർക്ക് ചരിത്രം അറിയത്തില്ല എന്ന് തോന്നുന്നു. ഇന്ന് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ടറായിട്ട് ഞങ്ങൾ നിങ്ങളെ നോക്കിയോളാം എന്ന വികാരമാണ് നിങ്ങൾ എപ്പോഴും ഇന്ത്യ പറഞ്ഞു നടക്കുന്നത്. ടീച്ചർക്കറിയാവോ എത്ര കോടി ക്രിസ്ത്യാനികളെ റഷ്യയിൽ സ്റ്റാലിനും ലെനിനും ഈസ്റ്റേൺ യൂറോപ്പിലും റഷ്യയിലും കൊന്നു വല്ല പിടിയുണ്ടാണ്? ചൈനയിൽ എത്ര കോടി ക്രിസ്ത്യാനികളെയും ബുദ്ധിസ്റ്റുകാരെയും മതത്തിൽ വിശ്വസിക്കുന്നവരെ കൊന്നു എന്ന് ടീച്ചർക്ക് വല്ല പിടിയുണ്ട്? ടീച്ചറെ ചരിത്രം മറക്കും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കേരളത്തിൽ ഞാൻ പറയാം 4 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് കേരളത്തിൻ്റെ വിഷയം. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം. ആ ഡാം എന്തെങ്കിലും പൊട്ടും. ആ ഡാം പൊട്ടിയാൽ 5 ജില്ലകൾ പോയി ഏതെങ്കിലും 50 ലക്ഷം ആൾക്കാരെങ്കിലും ചത്തുപോകും. നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ റബ്ബറിൻ്റെ വില 2011 മുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇന്ന് 192 രൂപയാണ്. അതിൻ്റെ ഒത്തിരി പുറകിലാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തികം തകർന്നു പോയി. ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുമോ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം. നാലാമത്, ഞാൻ കഴിഞ്ഞ ഈ LSC ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷന് 20 ദിവസം തിരുവഞ്ചൂരിൻ്റെ മണ്ഡലത്തായിരുന്നു, കോട്ടയത്ത്. ഞാൻ ഏതാണ്ട് 3000 വീടുകളിൽ പോയി. അവിടെ ഒരൊറ്റ വീട്ടിൽ ഒരൊറ്റ ചെറുപ്പക്കാരനെ കണ്ടിട്ടില്ല. തിരുവഞ്ചൂരെ, നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് ഈ ചെറുപ്പക്കാരെല്ലാം എങ്ങോട്ട് ഓടിപ്പോയി? നിങ്ങളുടെ ക്ഷേമമായ ഭരണം കൊണ്ട് ഒരൊറ്റ ചെറുപ്പക്കാരൻ തിരുവഞ്ചൂരിൻ്റെ മണ്ഡലത്തിൽ കണ്ടില്ല. ഞാനവിടെ ഏകദേശം 4 വർഷം കളക്ടറായിരുന്ന ആളാണ്. ഞാൻ ആ കോട്ടയം ജില്ലയിലെ MLA ആയിരുന്നു. എന്തുകൊണ്ടാണ് തിരുവഞ്ചൂര് ഒരൊറ്റ കുട്ടിക്ക് പോലും നിങ്ങൾക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തത്? ഞാൻ ഈ ചോദ്യം ശൈലജ ടീച്ചറോട് ചോദിക്കുക. നിങ്ങളൊക്കെ വലിയ തത്വങ്ങളൊക്കെ പറയും. എവിടെയാണ് നമ്മുടെ പിള്ളേരെ? നമ്മുടെ കോട്ടയും കേരളവും ഒക്കെ വൃദ്ധന്മാരുടെ ഒരു സംസ്ഥാനമായി മാറുകയല്ലേ? നിങ്ങൾ എന്തെങ്കിലും സമ്മതിക്കുമോ കേരളത്തിൽ? വ്യവസായം ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം?